ഹായ് ഗായ്സ്, അപ്പോൾ ടുഡേ മോർണിംഗ് ആയി കഴിഞ്ഞു. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 8-8:30 ആയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്. ഏറ്റവും അവസാനമായിരിക്കും ഞങ്ങൾക്ക് പിറന്നാൾ വരുന്നത്. എന്തായാലും നല്ലൊരു ഈദ് ആശംസകൾ ഞാൻ പറയുന്നു. ഈദ് മുബാറക്ക് എന്ന് നമ്മളിവിടെ അടയും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എങ്ങനെയുണ്ട് പിന്നെ? ഓ സോറി, ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ളതാണ്. രാവിലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് ഉച്ചക്കലത്തുള്ള പരിപാടിയാണ്. കുക്കറിൽ എന്തമ്മ? ബീഫ്. നമ്മളെന്താണ് നമ്മളെ ബീഫ് ബിരിയാണി ഇല്ലേ അമ്മ? യെസ്, അതിനുള്ള ഉള്ളി വറുക്കലാണ് നമ്മൾ മമ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൈയൊക്കെ ചുമന്നിട്ടുണ്ട്. മൈലാഞ്ചി രാത്രി ഉരുട്ടലായിരുന്നു പുള്ളിക്കാരുടെ ആ ഒരു ഇത്. അതെ, യെസ്. അങ്ങനെ നമ്മളിവിടെ ഫാമിലി ആയിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ 5 പേര് ഒരുമിച്ചിട്ടുള്ള ഒരു പെരുന്നാളെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 5 പേരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഒരു സെറ്റപ്പ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ സോറി ഗൈസ്, ഞാൻ തക്കം പറഞ്ഞു. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ജീജി. നമുക്ക് ജീജി കണ്ടിട്ട് കളയാൻ പറയാം. നമ്മളെ ഉച്ചക്കലത്തേക്കുള്ള ബിരിയാണി ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു കിണ്ണം കാച്ചി ബിരിയാണി. അപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ ലെയേഴ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജാണ്. സക്സസ്ഫുള്ളി ബിരിയാണിയൊക്കെ ഏറ്റവും അവസാനം കുറച്ച് നേരി അങ്ങനെ ഇട്ടതിനോളായിരുന്നു. ഗായ്സ്, അപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5:30-5:45 അപ്പം നമ്മളൊന്ന് പുറത്തൊക്കെ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയല്ല പോവാണ്. അപ്പം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എവിടേക്കാന്ന് പറഞ്ഞാൽ വടക്കുംതല. അതാണ് നമ്മുടെ മെയിൻ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ഒരു ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് വടക്കുംതല എന്ന് വെച്ച് കാണാം. Ini